പ്രപഞ്ചനാഥനായ കൈലാസനാഥൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഭക്തരെ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരെ തിരുത്താൻ പോകാതിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കിയ ചിലരുണ്ടാകും. അവരെ നഷ്ടപ്പെടുത്താതെ നോക്കിയാൽ മതി. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രത്തോളം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രയും മനസ്സിന് ഭാരം കൂടുന്നു. ഭക്തരെ, സത്യസന്ധവും ലളിതവുമായ ജീവിതമാണ് മനസ്സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. ലഭിക്കുന്നതെന്തും സ്വീകരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം മനോഹരമാകും. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്നുപോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും. അതിനാൽ പിന്നിലായിപ്പോയി എന്നു കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷമാക്കാം. പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം. സമയം ആർക്കും ഒരുപോലെ ആയിരിക്കില്ല. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ പോലും കരയുന്ന ദിവസം വന്നു ചേരുക തന്നെ ചെയ്യും. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. നിങ്ങളുടെ പ്രതീക്ഷകൾ ഇല പോലെയാവണം. കൊഴിയും തോറും തളിർത്തുകൊണ്ടിരിക്കണം. ഉപേക്ഷിച്ചു പോകാൻ ഒരു കാരണത്തിനായി കാത്തിരിക്കുന്ന ബന്ധങ്ങൾക്കു നടുവിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പേടിയോടെ വീർപ്പുമുട്ടി നിൽക്കുന്നവരാണ് ഇന്ന് പലരും. നിങ്ങളുടെ ഉയർച്ചയ്ക്കു വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ തളർച്ച ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയാണ് നിങ്ങളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ഭക്തരെ, മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത്. കാരണം അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.